ഇതൊക്കെ യഥാർത്ഥത്തിൽ ആക്കാൻ നോക്കടി. ഞാൻ പോകുന്നു. വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിബൂറ്റ് ചിൽപിൽ വിത്ത് യു. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ചലഞ്ചിന്റെ പേരാണ് ഡയർ ഡിപ്പിംഗ് ചലഞ്ച്. കുഞ്ഞിതാക്കണോ വലുതാക്കണോന്ന് ഞാൻ തീരുമാനിക്കാം. ഓ ശരി, ഓക്കെ. അപ്പൊ ഫസ്റ്റ് അത് തുടങ്ങിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്. അപ്പൊ വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം. എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലോ? ഒന്നും കൂടെ ഞാൻ ചോദിക്കട്ടെ, നീ കട്ട് ചെയ്യില്ലേ? ഞാൻ നോക്കിയിട്ടില്ല. എന്തിനു വന്നു ചോദിക്കുന്ന സ്ഥലം UK ആണോ? അല്ല, കുഞ്ഞിക്കുള്ളതാണ്. നാട്ടിലാ, കേരളത്തിലാ. തിരുവനന്തപുരം. ഞാൻ എന്തിനാണ് തിരുവനന്തപുരം? ടൈം ലിമിറ്റ് ഉണ്ടോ ടീച്ചർ? ഓക്കെ, വൈക്കം. ഏതാ ചൂസ് ചെയ്യണേ? ലിപ്സ്റ്റിക് വേണോ പൗഡർ വേണോ? അതെ, കുഞ്ഞി ടോട്ട് മതി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചോദിക്കാൻ പോകുന്നത് ഞാനാണ്. ഇതിപ്പോ എഴുതി എനിക്ക് തന്നെ വായിക്കാൻ പറ്റുന്നില്ലല്ലോ. സ്ഥാന കയ്യേറ്റം തുടരുന്ന ജോലി ഏത്? സ്ഥാന കയ്യേറ്റം തുടരുന്ന ജോലി ഏത്? സ്ഥാന കയ്യേറ്റം തുടരുന്ന ജോലി. അല്ല, സ്ഥാന കൈ ഒരു സ്ഥാനത്ത് നിൽക്കുക. അത് നമ്മൾ പെട്ടെന്ന് മേലോട്ട് കയറി പോകും. അങ്ങനെ ഒരു ജോലി. ലിഫ്റ്റ്. ഓ, ജോലി. സോറി. ലിഫ്റ്റ്. സ്ഥാന കയ്യേറ്റം കിട്ടുന്ന ജോലിയാ ലിഫ്റ്റ്. തോറ്റ. തെങ്ങേറ്റം. നമ്മളിങ്ങനെ തെങ്ങിലിങ്ങനെ കേറുമ്പോ സ്ഥാനം ഇങ്ങനെ കേറി പോവില്ലേ? അതാ. ഓക്കെ, അപ്പൊ ഞാൻ പണിഷ്മെന്റ് എടുക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക് ആണ്. നമുക്ക് ഒരു ലവ് വരച്ചു കൊടുക്കാം. കുഞ്ഞു ഡോട്ട്. കുഞ്ഞിതായിട്ട് വരച്ചിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എനിക്ക് സത്യം മിക്കവാറും ഒന്ന് മുഖത്ത് മൊത്തം താജ്മഹൽ പണ്ടിട്ടേ പോവുള്ളൂ. ഇത് സിമ്പിളാ. മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ഏത്? സിമ്പിളാ. മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ഏത്? മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ഏത്? എനിക്കും അറിയാമായിരുന്നു ഈ ആൻസർ. ക്വസ്റ്റ്യൻ എനിക്ക് ആരും മുന്നേക്ക് അറിയാമായിരുന്നു. ഓക്കെ, മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് മുല്ലപ്പൂ. അല്ല, മുടി ചൂടാൻ പറ്റില്ല. മുല്ലപ്പൂ. മുടി ചൂടാ. ഷാംപൂ. എനിക്ക് നേരത്തെ ഇത് അറിയാമായിരുന്നു, പക്ഷെ ഞാൻ മറന്നു പോയതാ. ഉപ്പത്തിട്ടുണ്ട്. ഞാൻ നല്ല മേക്കപ്പ് ഇട്ടിട്ട് വന്നതാ. എന്തിനോ എന്തോ. കാഴ്ച ഉള്ളവർക്കും അന്ധന്മാർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നത് എന്ത്? കാഴ്ച ഉള്ളവർക്കും അന്ധന്മാർക്കും ഒരുപോലെ കാണാൻ പറ്റുന്നത് എന്ത്? ഇരുട്ട്. വെളിച്ചം.
കാഴ്ച ഉള്ളവർക്ക് ഇരുട്ട് കാണാൻ പറ്റും. അന്ധന്മാർക്ക് അത് ഒരു കണക്കിന് നോക്കിയാൽ ശരിയാ, പക്ഷെ അതല്ല ഉത്തരം. എന്താ ഉത്തരം? പറ, ഗസ് ചെയ്യേ. എന്റെ അടുത്ത് കഴിക്കണേ. സോറി ടീച്ചർ. മനസ്സ്. മനസ്സ് കാഴ്ചയുള്ളവർക്ക് ഉത്തരറിയാം. സ്വപ്നം. ഇതല്ലെങ്കിൽ ഇത് കറക്റ്റാ. സ്വപ്നം. ഉത്തരം. സ്വപ്നം. ഞാൻ ലാസ്റ്റ് ഉത്തരങ്ങളും ക്വസ്റ്റ്യനുകളും കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എന്നോട് ചോദിച്ചോ. ഓക്കെ, എനിക്ക് 1 മാർക്ക്, നിനക്ക് 0+0 2 0. എന്തെങ്കിലും ആയിക്കൊണ്ട് പോയിട്ട്. ഓക്കെ, ഇനി ഇന്റലിജന്റ് ആയിട്ട് ഇച്ചിരി ഇതായിട്ടുള്ള എന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻ. ഒരു വീട്ടിൽ പായസവും ഉപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരാളത്തിന് ആ വീട്ടിലുള്ള ആ മനുഷ്യന് കുളിക്കണം. എങ്ങനെ കുളിക്കും അയാള്? ഒരു വീട്ടില് പായസവും ഉപ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ എങ്ങനെ കുളിക്കും? വേറെ ഒറ്റ സാധനമില്ല വീട്ടിൽ. ആകെ ഉപ്പും ഉണ്ട്, പായസം ഉണ്ട്. എന്ത് വീടാ? 1 വേർഡ് ക്വസ്റ്റ്യൻ ആണോ? പണ്ടുള്ള ഇച്ചിരി കുറച്ച് കൂടുതലുള്ളത്. പായസത്തിൽ കുളിക്കും. പായസത്തിലാ കുളിക്കണേ? ആ വീട്ടില് വേറെ ഒന്നുമില്ല, തേയിലപ്പൊടിയൊന്നുമില്ല. പായസം തേയിലപ്പൊടിയിലെ ആന്റി എന്ന് കുളിക്കാറുള്ളത്. പായസം ഉപ്പ് മാത്രമേ ഉള്ളൂ. പായസം ഉപ്പ് മാത്രമേ അല്ലെ കൂടെ ഇട്ടിട്ട് പായസത്തിൽ ഇറങ്ങി കുളിക്കും. ആണോ? ഞാൻ പറയട്ടെ. ഉപ്പ് എടുത്ത് പായസത്തിൽ ഇടും. അപ്പൊ തന്നെ എന്താകും? കുളമാകും. ആ കുളത്തിൽ ഞാൻ പോകുന്നു. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? ആന്റി കൺമശി കണ്ടോ? ഇപ്പൊ ഇരുന്നിട്ടതാ. എനിക്ക് കൊറേ സീറോസ് ഒക്കെ വാരി ഇട്ടിട്ട് ആന്റി 1 മാത്രം ഇട്ട് വെച്ചേക്കായിരുന്നു. ഫസ്റ്റ് കിട്ടിയത് എനിക്കാ. എന്തോ കൊള്ളാം. ഈ ഫസ്റ്റത്തെ ഉണ്ടല്ലോ, ഈ ലാസ്റ്റത്തെ 3 പൂജ്യങ്ങൾ ഈ ഫസ്റ്റ് വരേണ്ടതിന് ഈ ആന്റി ഇട്ടേക്കണതാണ് ഇങ്ങനെ. അപ്പൊ അത് നിങ്ങൾ ആരും വിശ്വസിക്കണ്ട. അപ്പൊ ഇതാണ് ഞങ്ങക്ക് 2 പേർക്കും കിട്ടിയ മാർക്സ്. ഇനി അതിപ്പോ ആരും ജയിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും ജയിച്ചില്ല, ടൈ ആയി. കാരണം ഒരെണ്ണത്തിന് എനിക്ക് 1 മാർക്ക് കിട്ടി, ആന്റിക്ക് 1 മാർക്ക് കിട്ടി. അപ്പോ ഇതിനകത്ത് ടൈ ആയി, ആരും ഇതിനകത്ത് ജയിച്ചിട്ടില്ല. അപ്പോ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇട്ടാൽ പൊട്ടും ഇംഗ്ലീഷ് മൊട്ട. അപ്പൊ ഇതിന് ആൻസർ അറിയാവുന്നവര് എത്രയും പെട്ടെന്ന് തന്നെ പോയി കമന്റ് ചെയ്യാം. അപ്പോ നമുക്ക് എന്താ അതിന്റെ ചെയ്യാം. ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പൊ ഈ വീഡിയോ എന്തായാലും കമന്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ.